ഒരു സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ അദ്ദേഹത്തിന് സിനിമ ഇറങ്ങാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സാധാരണ ഈ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അപ്പം സെൻസർ സർട്ടിഫിക്കേഷന് മുമ്പേ ഈ സിനിമ സാധാരണ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ ഈ സിനിമ കാണാറാണ് പതിവ്. ഇത് കണ്ടതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഏത് സർട്ടിഫിക്കേഷൻ കൊടുക്കണം, ഏത് പ്രായപരിധിയിലുള്ള ആളുകൾ ഈ സിനിമ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ സെൻസർ ബോർഡ് ഈ സിനിമ കണ്ടതിന് ശേഷം ആ സിനിമയ്ക്കകത്ത് ഒരു 89 മുതൽ 100 വരെയുള്ള കട്ടുകൾ, ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ സിനിമ നിങ്ങൾക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ ഈ സിനിമ പുറത്തിറങ്ങാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പല ആളുകളും അല്ലെങ്കിൽ ഒരുപാട് സംവിധായകരും ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് 1952 നമ്മുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നൊരു സിനിമാറ്റോഗ്രഫി നിയമമാണ്. 1952 CBFC, സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ബോർഡിനെ കൊണ്ടുവരുന്നത് ഈ ഒരു പറയുന്ന സിനിമയ്ക്കകത്ത് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും അതേപോലെ സാമൂഹികപരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമ കത്രിക വയ്ക്കാൻ തന്നെയാണ് ഈ പറയുന്ന സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബോർഡിനെ തന്നെ രൂപീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 1975 നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഒരു കഥയെ പ്രമേയമാക്കി 1978 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കിസി കുർസാക്ക എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബോളിവുഡ് സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് അന്നത്തെ പറയുന്ന സെൻസർ ബോർഡ് ഈ സിനിമ കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സറ്റയർ സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമ യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് പറയുന്നത് 1975 നടന്ന നമ്മുടെ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടായിരുന്നു ഈ സിനിമയ്ക്കകത്ത് പ്രതിപാദിച്ചത്. അപ്പം അതുകൊണ്ട് ഈ സിനിമ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് സെൻസർ ബോർഡ് അന്ന് തീരുമാനം എടുക്കുകയും പിന്നീട് ഈ സിനിമയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സിനിമയുടെ ഫിലിം കത്തിച്ച് കളയ കാര്യങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ സിനിമകൾ ഇറങ്ങി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ പറയുന്ന സെൻസർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് പിന്നീടും നടന്നുകൊണ്ടേയിരുന്നു. ഇപ്പം ഈ അടുത്ത് തന്നെ നമ്മുടെ വിജയുടെ സിനിമ ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ഇതുവരെ സെൻസർഷിപ്പ് ലഭിച്ചിട്ടില്ല. സുപ്രീം കോടതി വരെ സിനിമയുടെ സെൻസർഷിപ്പിന്റെ കാര്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവര് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കട്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ സെൻസർഷിപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ പറയുന്ന സെൻസർ ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ ഈ കാലത്ത് ഈ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോംസ് നിലനിൽക്കുന്ന ഈ കാലത്ത് ഈ പറയുന്ന സെൻസർഷിപ്പ് അല്ലെങ്കിൽ സെൻസർ ബോർഡിന് എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് എന്നുള്ളത് കമന്റ് ചെയ്യുക.